നിങ്ങൾ പറയുന്നത് ശരി തന്നെ. സാമൂഹ്യ പ്രവർത്തനത്തിന് നിങ്ങൾ കോളേജിൽ നിന്ന് വരുന്നു എന്ന് ഞങ്ങളെ വിളിച്ച് പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ സമ്മതിച്ചു. ഇപ്പൊ റോട്ടറി ക്ലബ്ബിൽ നിന്ന് 7-8 പേര് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. എന്ത് ചെയ്യാനാ? ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ വീട് ഈ പഞ്ചായത്ത് ഓഫീസാ. അത് അവർക്ക് കൊടുക്കണമല്ലോ. എന്താ ഇങ്ങനെ പറയുന്നത്? ഞങ്ങളെക്കാളും പ്രധാനം അവരാണ് നിങ്ങൾക്ക്. അതെ മാഡം, നിങ്ങൾ ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാ കുളിക്കേണ്ടതെന്നും ശുദ്ധമായി നടക്കേണ്ടത് എങ്ങനെയാണെന്നും അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടുന്ന പ്രതിവിധി എന്താണെന്നും പറഞ്ഞു തരാൻ വന്നതാ. എന്നാ അവരാണെങ്കിലോ ഈ ഗ്രാമം മുഴുവൻ ദത്തെടുത്ത് റോഡുണ്ടാക്കി, ടെലിഫോൺ സൗകര്യം ഉണ്ടാക്കി, വാട്ടർ ടാങ്കും ഞങ്ങൾക്ക് കെട്ടിത്തന്നു. നിങ്ങളെ കൊണ്ട് ഈ ഗ്രാമം ശുദ്ധമാക്കാനേ പറ്റൂ. എന്നാ അവരാണെങ്കിലോ ഈ ഗ്രാമത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ പോവാ. അടുത്ത തവണ വരുമ്പോ ഒരു ഹോട്ടൽ തന്നെ കെട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൽ തങ്ങുകയും ചെയ്യാം. ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന സോഷ്യൽ സർവീസിന് മാർക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യും. ഞങ്ങളുടെ ഗ്രാമത്തിൽ മൊത്തം 60 വീടുകളുണ്ട്. ആണുങ്ങളില്ലാത്ത വീട് നോക്കി വീടൊന്നൊക്കെ 2 പേര് വെച്ചങ്ങ് താമസിച്ചോ. എന്ത്? വേറൊരാളുടെ വീട്ടിലോ? വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊരു മാന്യമായ ഗ്രാമമാ. ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചാൽ ആർത്തുകളയും ഞങ്ങള്. തലയിലെഴുത്ത് എന്ത് ചെയ്യാനാ? വരുന്നവരെ നമുക്ക് ഗവനിക്കാം. ഗോവിന്ദരും അല്ല, നേരത്തെ നീ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നീ കറക്റ്റ് ആയിട്ട് സ്ഥലം പറയുന്നത്? മലയുടെ മുകളിൽ റെഡ് ലൈറ്റ് കണ്ട, അപ്പൊ അത് ഓറഞ്ച് സൺസെറ്റ് നിനക്ക് അങ്ങനെ തോന്നുന്നതാ? കളറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. എനിക്കെന്താ കളറിനെ പറ്റി അറിയില്ലെന്ന്. വിബ്ജിയോ, അതാ മഴവിലിന്റെ കളർ. അങ്ങനെ കളറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നല്ല പച്ചയായിട്ട് അതിനെ പറ്റി എഴുതുകയാണെങ്കിലോ നല്ല മഞ്ഞ പത്രം എന്ന് പറയും. പടം പിടിച്ച നീലപ്പടം എന്ന് പറയും. അതൊക്കെ ഒരു കളർഫുൾ മാറ്ററാണ് അറിയാം, റെയിൻബോ പോലെ. അതുകൊണ്ടല്ല ഫിഗേഴ്സിലെല്ലാം കളേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കുറെ കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പൊ നീ കാരണം കളേഴ്സിന്റെ ഒരു വില്ലേജാ കാണാൻ പോകുന്നത്. താങ്ക് യു അളിയോ. അതെന്താ ഗോവിന്ദാപുരം ഏന്ന് എഴുതിയിരിക്കുന്നു? അത് ഈ ഗ്രാമത്തിലേക്ക് കൊച്ചു പിള്ളേർ വന്ന് ചീത്തയായി പോകാൻ പാടില്ലല്ലോ, അതിനു വേണ്ടിയാ. അത് പറയുന്നത് വലിപ്പം കണ്ടില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഈ ഗവൺമെന്റിനെ സമ്മതിക്കുന്ന പ്രശംസ. സിനിമയ്ക്ക് മാത്രമല്ലേ എ സർട്ടിഫിക്കറ്റ്? അതെ. ഇപ്പൊ ഇതുപോലുള്ള ഗ്രാമങ്ങൾക്കും എ സർട്ടിഫിക്കറ്റ് കൊടുത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് റൂട്ട് കാണിച്ചു തരുന്നില്ലേ? അതുകൊണ്ടാ വണ്ടി എടുക്കും. അളിയാ, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ഗ്രാമത്തിലുള്ള പെൺകുട്ടികളുടെ നാണം സിറ്റിയിൽ ഒരുത്തിക്ക് പോലുമില്ല. അതെ അതെ, സിറ്റിയിൽ ഇപ്പൊ ആണുങ്ങൾക്കാണല്ലോ നാണം. അതിന് നാണം നല്ലടാ പറയാ, ഭയം. അങ്ങനെയും പറയാം. വെറും പുക മാത്രം ഉള്ളോടാ. നല്ല ഉണങ്ങിയ വിറകെടുത്താൻ കൂട്ടിട്ട് നല്ലോണം ഊത്. അല്ല ചേട്ടാ, എന്തായി ചെയ്യുന്നേ? വെള്ളം ചൂടാക്കുക. എന്തിന്? ആദ്യം ചൂടുവെള്ളത്തിൽ കുടിച്ചിട്ടല്ലേ പാടം തുടങ്ങുന്നത്. അപ്പൊ പിസ ഓണർ പറഞ്ഞത് ശരിയാടാ. അല്ല, ആരാ വന്ന് ഈ കുളിപ്പിക്കണത്? പുതുതായിട്ട് ഇന്നലെ വന്ന് ഇറങ്ങിയില്ലേ ആ പെണ്ണുങ്ങള്. ആദ്യം കൊണ്ട് പെരുക്കി വെക്കടാ. ശരി, അതിന് നിങ്ങൾ എന്തെടുക്കുവാ? നേതാവിന്റെ ഉത്തരവാ. വിറകൊക്കെ അദ്ദേഹമാ വാങ്ങിച്ചത്. പുള്ളിക്കാരൻ അവർക്ക് ചൂടുവെള്ളം സ്പോൺസർ ചെയ്തു. പുതുമയില്ല, നേതാക്കളൊക്കെ അങ്ങനെയാ. ഒരു തലയ്ക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും? എന്താ ചോദിച്ചേ? ഒരു ചുമട് വിറകിന് എത്ര രൂപയായെന്ന് ഈ ചോദിക്കുന്നത്? എന്തൊരു 5-10 ചോദിക്കുമായിരിക്കും. വളരെ ചീപ്പാണല്ലേ? ഇതൊക്കെ ഒരു സേവനമല്ലേ. ചിലര് കാശൊന്നും വാങ്ങാതെ കൊടുക്കും. അയ്യോ, പറഞ്ഞൊക്കെ ശരിയായിട്ട് വരുന്നുണ്ടല്ലോ. നോക്കടാളിയാ. നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ പോലെ ഉണ്ട്. അവനെന്താ തുറച്ചു നോക്കുന്നത്? അത് നമ്മൾ രണ്ടുപേരും കാണാനുള്ള ഒരു റിച്ച് ലുക്കുള്ളൂ. ഇവന്മാരെയൊക്കെ കാണാൻ ലോക്കലല്ലേടാ. അതെ, അവന്മാരടിയാ റോട്ടറി ക്ലബ്ബ്. അവന്മാരെ ലവ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്ത് കാര്യം നേടാം. നാളെ തൊട്ട് ബിൽഡിംഗ് നമുക്കും ഹോട്ട് വീട് അവർക്കും. അളിയ നമ്മൾ നോക്കി ചിരിക്കുന്നടാ. ഓരോന്നും എങ്ങനെയുണ്ട്? സൂപ്പർ. ഡിഫറെന്റ് സ്റ്റേറ്റും ഡിഫറെന്റ് ലാംഗ്വേജും ആണെന്ന് തോന്നുന്നു. അളിയ, ബ്ലൂ എനിക്ക്. അത് ടെമ്പോയാടാ. പഴയ ബെഡ്ഫോർഡിൽ ഇത് അവര് പറഞ്ഞ പോലെ നടക്കുന്നത് എന്താന്ന് നോക്കിട്ട് പോവാ. നിക്കടാ, നോക്കിട്ട് പോവാന്ന് പറഞ്ഞു. എന്താ? നമസ്കാരം മക്കളെ. നമസ്കാരം. ഈ കിടത്തി കുളിപ്പിച്ച് പറഞ്ഞയക്കേണ്ടതിനെയൊക്കെ കുത്തിയിരുത്തി എണ്ണ തേച്ച് മിനുക്കി എടുക്കുന്ന എന്തിനാ? ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ടാ മുതിർന്നവര്. നാളെ കൊച്ചു പിള്ളേർ. അപ്പൊ
അന്ന് അവരുടെ ഊഴാണ്. അപ്പൊ നാളെ നമുക്ക് വിലയുണ്ടാവൂടാ. അല്ലല്ല, നാളെ മുതലാണ് നമുക്ക് ഇവിടെ വിലയുണ്ടാവുമെന്ന് പറഞ്ഞതാടാ കാമദേവാ. നടന്നില്ലെങ്കിൽ എന്നെ വെറുതെ വില്ലനാക്കരുത്. ശരിടാ, ഇവന്റെ പീത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല. സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞതാ. സന്തോഷം മതിയോ? നമസ്കാരം മക്കളെ. എന്താ എല്ലാവരും കക്കൂസി പോകുന്ന പോലെ നടക്കുന്നത്? ചേട്ടാ, ഈ പെമ്പിള്ളേരെ പറ്റിയുള്ള ഡീറ്റെയിൽസും മാറ്റേഴ്സും ഒക്കെ ആരോട് ചോദിച്ചാലും അറിയാം. ദേ അവിടെ പടം പിടിച്ചോണ്ടിരിക്കുന്ന പെണ്ണുപിള്ളയില്ലേ, അവരോട് ചോദിച്ചാ മതി. അവരാ ഈ മൊത്തം പെൺപിള്ളേരെയും കൊണ്ടുവന്നത്. ഇപ്പൊ തന്നെ പോയി ചോദിച്ചാലോ? കുട്ടികളെ മേത്തൊന്നും അഴുക്ക് പറ്റരുത്. ഹായ് സരോജ, എന്തൊക്കെയുണ്ട്? അല്ല, എന്റെ പേര് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? എന്തൊരു ചോദ്യം അത്! എത്ര സിനിമയെ കണ്ടിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് സരോജ, മണിമേഖല, വാസന്തി, റാണി, ജയലക്ഷ്മി അങ്ങനെയൊക്കെ പേരുണ്ടാവും. സെറീന ജെറീന എന്നൊക്കെ പേരാണെങ്കിൽ അതങ്ങ് ടോപ്പ് റേഞ്ച്. I see. അല്ല മാഡം, എത്ര കാലമായി ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 25 years ആയി. 25 വർഷോ? കൈ കൊടുക്ക് ചേച്ചി, സിൽവർ ജൂബിലി. അല്ല, 25 കൊല്ലമായിട്ട് ഈ ജോലി ചെയ്തോണ്ടിരുന്നിട്ട് ചേച്ചിക്ക് ഒട്ടും ബോറടിക്കുന്നില്ല? നോ 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 നോ, ദിവസം കഴിയും തോറും ഉത്സാഹം കൂടിക്കൊണ്ടിരിക്കുക. അതിനൊരു കുറവുമില്ല. റിട്ടയർ ആകുന്നവരെ നാടിന് ഇങ്ങനെ നന്മ ചെയ്യണമെന്നായി എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഇതുവരെ കല്യാണം പോലും കഴിക്കാഞ്ഞത്. നിങ്ങൾ കല്യാണം കഴിച്ച ഒരാളെയല്ലേ സന്തോഷിപ്പിക്കാൻ പറ്റൂ. എന്നാ ഇപ്പോ എത്ര പേര്. അതൊക്കെ വിട. മറ്റു പിള്ളേരൊക്കെ എങ്ങനെയാ ചേച്ചി ഈ സർവീസിൽ? അയ്യോ, അവരൊക്കെ ഭയങ്കര ഫാസ്റ്റാ. ആഗ്രഹമുള്ളവരെയും ജീവിതത്തിൽ മുന്നേറണമെന്നുള്ള ലക്ഷ്യമുള്ളവരെയും മാത്രം ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. മറ്റുള്ളവരെയൊക്കെ ലോക്കലായിട്ട് എന്റെ കൊലിസ് കൂട്ടിക്കൊണ്ട് പോകും. കറക്റ്റ് ആയിട്ടുള്ള ആളെയല്ലേ കൂട്ടിക്കൊണ്ട് വന്നത്. ഇൻട്രസ്റ്റ് അല്ലേടാ പ്രധാനം. കാരണം ഞങ്ങളും ഇതിലൊക്കെ ആദ്യമായിട്ടാണ്. ഇവ മാത്രം. ആദ്യമായാലും എന്താ, മനസ്സുണ്ടെങ്കിൽ മാർഗവും ഉണ്ട്. നേതാവ് ഇന്നലെ നിങ്ങളെ പറ്റി പറഞ്ഞത് നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണെന്ന്. ഈ വിഷയത്തില് നല്ല താല്പര്യമുള്ളത് പോലെ തോന്നുന്നു. കറക്റ്റാ പറഞ്ഞത്. നാളെ നമ്മളെല്ലാം ഒന്ന് അത് ചേർന്ന് തന്നെ, അതാ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. നമ്മൾ രണ്ട് ഗ്രൂപ്പും ഒരേ കാര്യത്തിലല്ലേ നിങ്ങൾക്കും തൃപ്തി ഉണ്ടാവണം, ഞങ്ങൾക്കും തൃപ്തി ഉണ്ടാവണം. അപ്പോഴല്ലേ ഗേൾസിനൊക്കെ ധാരാളം മാർക്ക് കിട്ടൂ. മാർക്കോ? സ്ട്രെയിറ്റ് ആയിട്ട് മാറ്ററിലേക്ക് വരാതെ പൈസക്കാടാ മാർക്ക് എന്ന് പറഞ്ഞത്. അല്ല മാഡം, ഈ എണ്ണ സോപ്പൊക്കെ ഞങ്ങൾ മേടിച്ചിട്ട് വന്നാ. നോ 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 നോ, എണ്ണ, ചന്ദനം, സോപ്പ്, ഷാംപൂ, ടവൽ, ചൂടുവെള്ളം, എന്തിന് ഭക്ഷണം മുതൽ ഇഞ്ചക്ഷൻ വരെ റെഡിയാ. ഇഞ്ചക്ഷൻ എന്തിനാ വെക്കുന്ന സരോജം? അതല്ലേ ഹൈജീനിക്. ഇപ്പോഴൊക്കെ ആർക്ക് എന്ത് രോഗം വരുന്നെന്ന് പറയാൻ കഴിയില്ലല്ലോ. സേഫ്റ്റി എടുക്കുന്നല്ലേ നമുക്ക് നല്ലത്. വില്ലേജ് പീപ്പിളിന് അത് അറിയില്ല, നമുക്കതറിയാലോ. ഞങ്ങൾ എത്ര പണം തരുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതല്ല നിങ്ങളുടെ ഇഷ്ടമല്ലേ. നിങ്ങൾ പണം തരുന്നു, ഞങ്ങൾ മനസ്സുകൊണ്ട് ചെയ്യുന്നു. എന്നാ നിങ്ങളെ കണ്ട ധാരാളം തരുന്ന തോന്നുന്നേ. തോന്നലല്ല, കൊടുത്തിരിക്കും. ഇതിനും കൂടിയോ? വേറെ വഴിയില്ലല്ലോ. We will meet tomorrow. Bye. വാ, നമുക്ക് വേഗം അവിടെ കറങ്ങിട്ട് വരാം. അതാണ് നല്ലത്. സരോ, നാളെ ഞാനും ഇവിടെ ഹായ്. ഇത്ര വയസ്സായിട്ടും കൂടി നിങ്ങള് നല്ല കിളാന്ന് സൂപ്പർ ഫിഗർ ആണ് കേട്ടോ. നാളെ ആരാരെ വേണേലും ഫിക്സ് ചെയ്തോട്ടെ, എന്നാ എനിക്ക് നീ തന്നെ. എന്ത് പറഞ്ഞിട്ടാ പോകുന്ന പയ്യൻ? മാഡം, നിങ്ങൾ സോഷ്യൽ സർവീസിനെ കുറിച്ചാ പറഞ്ഞത്. അവര് വേറെ സർവീസിനാ വന്നിരിക്കുന്നത്. വേറെ സർവീസോ? മാഡം, മനസ്സിലായില്ലേ? ബ്ലഡി സ്കൗണ്ടർ. എങ്ങോട്ട് പോകുന്നത്? ഇപ്പൊ തന്നെ ഞാൻ പോയി ആ നേതാവിനോട് പറഞ്ഞു. വേസ്റ്റാ മാഡം. എല്ലാ നേതാക്കന്മാരും പണക്കാർക്കാ സപ്പോർട്ട് ചെയ്യാ. അത് പോട്ടെ, നാളെ ഞങ്ങള് തന്നെ അവർക്കൊരു പാഠം പഠിപ്പിക്കും. എന്താ പരിപാടി?